തമിഴ്നാടിൻ്റെ അടയാളമായി മാറിയ വിഭവമാണ് ബോളി. കർണാടകത്തിൽ നിന്ന് കേരളത്തിലേക്ക് കുടിയേറി വന്ന തുളു ബ്രാഹ്മണർ വഴിയാണ് ബോളി രുചി എത്തിയതെന്നാണ് കരുതുന്നത്. കടലപ്പരിപ്പ് പ്രധാന ഘടകമായ ബോളി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മൈദമാവിൽ പഞ്ചസാരയും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് വെള്ളമൊഴിച്ച് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നന്നായി കുഴച്ചെടുക്കണം. ഈ മാവിലേക്ക് മാവ് മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള നെയ്യ് ചേർത്ത് അരമണിക്കൂർ മാറ്റിവെക്കണം. ബട്ടർ പേപ്പറിലോ പ്ലാസ്റ്റിക് ഷീറ്റിലോ മൈദയോടൊപ്പം അരിപ്പൊടിയും തുല്യമായ അളവിൽ ചേർത്ത മാവ് തൂകി ഉരുളകൾ വെച്ചാൽ അവ ഒട്ടിപ്പിടിക്കില്ല. കടലപ്പരിപ്പ് ഉപയോഗിച്ചാണ് ബോളിയുടെ ഉള്ളിൽ വെക്കാനുള്ള പൂർണ്ണം തയ്യാറാക്കേണ്ടത്. കടലപ്പരിപ്പ് നന്നായി കഴുകി വേവിച്ചെടുക്കണം. ഭാഗം പാകമാകുമ്പോൾ വെള്ളം മാറ്റി പഞ്ചസാരയും ഏലക്കാപ്പൊടിയും ചേർത്ത് ഉടച്ച് കുറുക്കി എടുക്കണം. കുറുക്കിയെടുത്ത പൂർണ്ണം ഉരുളയാക്കാനുള്ള പാകത്തിന് അരച്ചെടുക്കണം. നന്നായി അരച്ച് കട്ടയില്ലാതെടുത്ത പൂർണ്ണം ഉരുളകളാക്കി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദ ഉരുളയുടെ ഉള്ളിൽ വെച്ച് പൊട്ടിപ്പോകാതെ പരത്തിയെടുക്കണം. പരത്തിയെടുത്ത മാവ് ചൂടായ കല്ലിലേക്കിട്ട് നെയ്യ് ചേർത്ത് ചുട്ടെടുക്കണം. ബോളിയുടെ രണ്ട് വശവും നിറം മാറി ചുവന്ന നിറമാകുന്നതാണ് ബോളിയുടെ പാകം.